നബി വാക്യം: ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല. കുട്ടികളോട് അതീവ കാരുണ്യത്തോടും വാത്സല്യത്തോടും കൂടിയായിരുന്നു നബി തിരുമേനി പെരുമാറിയിരുന്നത്. ഒരിക്കൽ നബി തിരുമേനി പറഞ്ഞു: ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കും. അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. ആ കുട്ടിയുടെ കരച്ചിൽ കാരണം അതിൻ്റെ മാതാവിനുണ്ടാകുന്ന വിഷമം ഓർത്ത് ഞാൻ നമസ്കാരം ലഘൂകരിക്കും. കുട്ടികളായിരുന്ന ഹസൻ, ഹുസൈൻ എന്നിവരെ നബി തൻ്റെ പുറത്ത് കയറ്റി കളിപ്പിച്ചിരുന്നു. നബി വഴിയോരത്തൂടെ നടന്നു പോകുമ്പോൾ അവിടെ കളിക്കുന്ന കുട്ടികളോട് സലാം പറയുകയും കളിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു ജൂതനായ കുട്ടി രോഗിയായപ്പോൾ നബി തിരുമേനി അവനെ സന്ദർശിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിൽ ശത്രുക്കളുടെ ചില കുട്ടികൾ കൊല്ലപ്പെട്ടെന്നറിഞ്ഞപ്പോൾ നബി അഗാധമായി ദുഃഖിച്ചു. അവർ നമ്മുടെ ശത്രുക്കളല്ലേ എന്ന് ചോദിച്ച അനുചരന്മാരോട് നബി തിരിച്ചു ചോദിച്ചു: അതിന് നിഷ്കളങ്കരായ ആ കുട്ടികൾ എന്തു പിഴച്ചു? ഇത് പറയുമ്പോൾ നബിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. കുട്ടികളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവുമെല്ലാം അവരുടെ വളർച്ചയിൽ വലിയ തോതിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കി തീർക്കും. അവരുടെ ആത്മീയവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് അത് മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. ഇവിടെ ആദ്യം ഉദ്ധരിച്ച വിവചനത്തിൽ വലിയവരെ ആദരിക്കാത്തവരെക്കുറിച്ചും പ്രതിപാദിക്കുകയുണ്ടായി. അത് പിന്നീട് വിശദീകരിക്കാം.